Hello friends, welcome to I+. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ വേൾഡ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ യൂണിറ്റ് 5ന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ, അതായത് 10th മൊഡ്യൂളാണ് നമുക്ക് ഇംഗ്ലീഷ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ പീരീഡ് അഥവാ പോസ്റ്റ് കൊളോണിയൽ വേൾഡിൽ എങ്ങനെയായിരുന്നു ഇംഗ്ലീഷിൻ്റെ ഒരു റിഫ്ലക്ഷൻ, ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പെക്യുലാരിറ്റീസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം പോസ്റ്റ് കൊളോണിയലിസം അല്ലെ, കൊളോണിയലൈസേഷന് ശേഷമുള്ള ടൈം പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. പോസ്റ്റ് കൊളോണിയലിസത്തിന് വലിയ റിസൾട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം കൊളോണിയലൈസേഷൻ ടൈം പീരീഡ് കഴിഞ്ഞു, ആ സമയത്ത് ഇംഗ്ലീഷ് നമ്മൾ നിർബന്ധിച്ച് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. കാരണം പല ജോലികളും ചെയ്യാനായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഇംഗ്ലീഷിൽ നൽകാനായിട്ട് നമ്മളെ കൂടെ എന്ത് ചെയ്യും, ഫോഴ്സ്ഫുള്ളി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതി ബ്രിട്ടീഷേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ നമുക്ക് പോസ്റ്റ് കൊളോണിയലിസം വന്ന സമയത്ത് എന്താ സംഭവിച്ചത്, നമ്മൾ തന്നെ നമ്മുടെ കൺസെൻറ്റോട് കൂടി തന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തുടങ്ങി. അതായത് ബൈലിംഗ്വൽ റൈറ്റേഴ്സ് വന്നു തുടങ്ങി, ഇംഗ്ലീഷ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി തുടങ്ങി. അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസിനും അതുപോലെ തന്നെ നമ്മുടെ അപ്ലിഫ്റ്റ്മെന്റ്സിനും ഒക്കെ തന്നെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. ഓക്കെ, സോ ദ ഗ്ലോബൽ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് ഹാസ് റിസൾട്ടഡ് ഇൻ ദ എമർജൻസ് ഓഫ് എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് പോസ്റ്റ് കൊളോണിയൽ വെറൈറ്റീസ് അറൌണ്ട് ദ വേൾഡ്. ഓക്കെ, അപ്പോൾ കുറച്ചധികം പോസ്റ്റ് കൊളോണിയൽ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് നമ്മുടെ ലോകത്തും ചുറ്റും. ഓക്കെ, സോ അതൊക്കെ മനസ്സിലാക്കാനായിട്ട്, അതായത് നമുക്കിപ്പം നമ്മുടെ ഒരു ഏരിയയിൽ നടക്കുന്ന ഐഡിയാസിന് പുറമെ ബാക്കിയുള്ള പ്ലേസസിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് ആവശ്യമായി തുടങ്ങി. കാരണം അതുകൊണ്ടാണ് ഇംഗ്ലീഷിനെ നമ്മൾ ലിംഗ്വ ഫ്രാങ്ക, ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ്റെ ലാംഗ്വേജ് ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന് ഒരുപാട് ഡെവലപ്മെന്റ്സ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ പീരീഡിലായാലും ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. നമുക്ക് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആകണമെങ്കിൽ അതിനുള്ള ഉപാധി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ്. ഇനി പോസ്റ്റ് കൊളോണിയൽ ഇംഗ്ലീഷ് പ്രൊവൈഡ്സ് എ ക്ലിയർ ആൻഡ് ഒറിജിനൽ അക്കൗണ്ട് ഓഫ് ദ എവല്യൂഷൻ of these varieties, exploring the historical, social and ecological factors that have shaped all levels of their structure. ഇനി പറയാനായിട്ടാണെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലിയർ ആൻഡ് ഒറിജിനൽ അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ ഓഫ് വെറൈറ്റീസ്. ഏതൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത്? അമേരിക്കൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, ഇതൊക്കെ തന്നെ ഇംഗ്ലീഷിനുണ്ടായ വെറൈറ്റീസ് ആണ്. കനേഡിയൻ ഇംഗ്ലീഷ്, നമുക്കറിയാം നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഒരു ഭാഷയ്ക്ക് അതിൻ്റെ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ ബാക്കിയുള്ള ആൾക്കാർ അത് സംസാരിക്കുമ്പോൾ, ഫോറിൻ സ്പീക്കേഴ്സ് നമ്മുടെ L2 ആയിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നവരത് സംസാരിക്കുമ്പം നമുക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനോളം ഒരു സെയിം ഇമ്പാക്റ്റ് നമുക്ക് കിട്ടത്തില്ല. സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് അവരെ പോലെ ആകാനായിട്ട് സാധിക്കും അല്ലേ. സോ അവിടെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ലാംഗ്വേജ് തന്നെയാണ്. പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിലായാലും യൂസേജിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് പക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അവരെ പോലെ ആകാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റ്സ് ആണ് നോർമൽ സ്പീക്കേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, സോ പോസ്റ്റ് കൊളോണിയൽ ഇംഗ്ലീഷ് provides a clear and original account of the evolution of these varieties, exploring the historical, social and ecological factors that have shaped all levels of their structure. It argues that while these Englishers have developed new and unique properties which differ greatly from one location to another, their spread and diversification can in fact be explained by a single underlying process which builds upon the constant relationships and communications needs of colonializers, colonialized and other parties. See, നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ വളരെ ലിമിറ്റഡ് ആയിട്ട് ജീവിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാവരും നമ്മൾ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും നമ്മുടേതായിട്ടുള്ള കാൽവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഷ അറിയേണ്ട ആവശ്യകത ഇന്ന് വളരെ കൂടുതലാണ് അല്ലേ. കാരണം ഇംഗ്ലീഷ് പോലെയുള്ള ലാംഗ്വേജ് നമുക്ക് അതുകൊണ്ട് ആവശ്യമായിട്ട് വന്നു. ഇനി അതുപോലെ തന്നെ പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ കൊളോണിയലൈസേഴ്സിനും കൊളോണിയലൈസ്ഡിനും അതർ പാർട്ടീസിനും ഒക്കെ തന്നെ അവരുടെ ഇടയിലുള്ള എക്സ്ചേഞ്ചുകൾ നടന്നിരുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അതേ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കുറച്ചധികം പാരഗ്രാഫ്സ് തന്നാൽ എനിക്ക് തോന്നുന്നു അത് വീണ്ടും ഒരു ബോർഡമായി മാറും. കാരണം ഓൾറെഡി നമ്മൾ ഈ അറിയാവുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഒരു പുതുമ കിട്ടാത്ത കാര്യമാണ്. സോ അവിടെ നമ്മൾ കുറച്ചധികം പോയിന്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന പോയിന്റ്സ് ആണ് തരുന്നത്. കാരണം ഈ പോയിന്റുകളും കൂടെ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ഒരു നല്ല സ്പീച്ചിന് വേണ്ടിയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷിനെ കുറിച്ച് ഒരു ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടിയോ ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് outlining the
stages and characteristics of this process. It applies them in detail to English in 16 different countries across the continent, across all continents, as well as in separate chapters to a history of American English. Okay, അപ്പോൾ ഈ ഒരു ഐഡിയ പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ എവല്യൂഷൻ ഇങ്ങനെ എന്താണ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള വൊക്കാബുലറി ഡബിൾ ചെയ്തിട്ടുണ്ടാവും, ഡബിളോ ത്രിബിളോ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രത്തോളം നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അത്രത്തോളം എക്സ്പെരിമെന്റേഷൻ ഈ ഒരു ഫീൽഡിൽ നടത്താനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ ഭാഷയിൽ വന്നിട്ടുള്ള പുതിയ പുതിയ സാധ്യതകളാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്ന ഐ തിങ്ക് നൗ ഇറ്റ്സ് ഇംപ്രാക്ടിക്കൽ അല്ലേ, അല്ലെങ്കിൽ അതിനെ ആൾട്ടർനേറ്റ് ചെയ്യുന്ന ഒരു ഭാഷ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സോ അത്രത്തോളം സാധ്യതകൾ ഇന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ of key interest to social linguists, dialectologists, അതുപോലെ തന്നെ historical linguists and syncreticians provides a fascinating new picture of the growth and evolution of English around the world. ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ. അതായത് നമുക്ക് എല്ലായിടത്തും നിങ്ങൾക്ക് ഏത് പ്ലേസിൽ പോകണമെങ്കിലും നിങ്ങൾക്ക് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് അറിയേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മുടെ ഭാഷയും അവരുടെ ഭാഷയും ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമ്മളിപ്പോൾ നമ്മുടെ L1-ലും അവരുടെ L1-ലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. സോ ആ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഏജന്റ് ആയിട്ട്, ഒരു മീഡിയം ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രത്തോളം പ്രയോറിറ്റി ഉള്ള ഒരു ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇംഗ്ലീഷ് പോസ്റ്റ് കൊളോണിയൽ പീരീഡിൽ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലായി കാണുമല്ലോ. എപ്പോഴും സാധ്യതകൾ ഓപ്പൺ ചെയ്ത് തന്നെയായിരുന്നു. കാരണം കൊളോണിയലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത്. ഒരുപാട് ദോഷങ്ങളുണ്ടായി, പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു ബെറ്റർ തിങ് കിട്ടി. അതാണ് എന്തെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനെ പോളിഷ് ചെയ്ത് ബെറ്റർ ഫോമിലാക്കാനായിട്ടാണ് നമ്മൾ ഓരോ അവസരത്തിലും ശ്രമിക്കുന്നത്. ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് നോളജ് ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ്റെയും നോളജിൻ്റെയും ഒക്കെ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിനെ അങ്ങ് ചൂസ് ചെയ്യുകയാണ്. സോ ഇവിടെ ടൈറ്റിൽ വരുന്നത് ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ഗ്ലോബൽ നോളജ് ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് അറിവുകൾ നേടാനായിട്ട് ഇപ്പോൾ ഇന്റർനെറ്റിൽ നിന്നാണ് നമുക്കിത് നല്ലൊരു സോഴ്സ് ഓഫ് നോളജും കിട്ടുന്നത് അല്ലേ. ബുക്കുകളിൽ നിന്നാണ് കിട്ടുന്നത്. മിക്ക ബുക്കുകളും പരിശോധിച്ച് കഴിഞ്ഞാൽ മതി, അത് ഇംഗ്ലീഷ് ഭാഷയിലുള്ളതായിരിക്കും. ഇന്റർനെറ്റ് കോണ്ടന്റിന്റെ മെജോറിറ്റി ഓഫ് ദ ഷെയറും ഹോൾഡ് ചെയ്യുന്നതും ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ്. ഓക്കെ, സോ English as a language of knowledge and global communication. English is the most widely spoken language in every different context in the world. സംശയമില്ലാത്ത കാര്യമായിരിക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഒരു ഭാഷയാണ്, അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. പല ലാംഗ്വേജും ഡെഡായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ വിഭാഗം മാത്രം, ലോക്കൽ പീപ്പിൾ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് മാറിയത്. ഓക്കെ, സോ ഇംഗ്ലീഷ് is the most widely spoken language in every different context in the world. Therefore, English is not only an international language but also a global language. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ നമ്മുടെ ഇംഗ്ലീഷ്. ഓക്കെ, ഇറ്റ്സ് ഓൾസോ എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് അതിനെ ഇന്റർനാഷണൽ എന്ന് പറയാം. രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ന് ലോകങ്ങൾ തമ്മിൽ കോൺടാക്റ്റിൽ, അല്ലെങ്കിൽ ലോകം ഇന്ന് ബാക്കിയുള്ള കൺട്രീസുമായിട്ട് കോൺടാക്റ്റിൽ പോകുന്നത് പോലും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. നമ്മൾ ഇന്ന് ഇന്റർനെറ്റിനെ വേൾഡ് ഇൻ അവർ പോക്കറ്റ് എന്ന് അഡ്രസ് ചെയ്യുമ്പോൾ ആ ഒരു വേൾഡ് ഇൻ അവർ പോക്കറ്റ് എന്ന പ്രൊവിഷൻ നമുക്ക് ഓപ്പൺ ആക്കി തരുന്നത് ടെക്നോളജിയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷ കൂടെയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ സാഹചര്യം. നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാറുണ്ട്. അതിനകത്തിൽ ഓരോ ആൾക്കാരുടെയും നേറ്റീവ് ലാംഗ്വേജിൽ നമ്മൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് അത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല. എത്ര വെർനാക്കുലർ ലാംഗ്വേജസ് ആണ് നമുക്കുള്ളത്. ഈ ഓരോ വെർനാക്കുലർ ലാംഗ്വേജിലും നമുക്ക് പോയിട്ട് ഇന്റർനെറ്റ് കോണ്ടന്റ് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ സമയത്ത് നമുക്കൊരു മീഡിയം, ഒരു ഉപാധി, എല്ലാവരിലേക്കും എത്താൻ പറ്റുന്ന ഒരു ഏജന്റ് വേണം. അതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആൻഡ് spoken as the first language by people in the country. Okay, especially England people സംസാരിച്ച ആദ്യത്തെ ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. The global language can be spoken as either first, second or foreign language. ഇതിനെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കൺട്രീസ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ പല കൺട്രീസും ഇതിനെ ഫോറിൻ ലാംഗ്വേജ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ അടക്കമുള്ള കൺട്രീസിൽ ഒഫീഷ്യൽ ലാംഗ്വേജിനോടൊപ്പമുള്ള ഒരു ഭാഷയായിട്ടാണ് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സിസ്റ്റ് ചെയ്യുന്നത്.
English is the global language spoken by over 1.5 billion people worldwide. It's the official language of 54 countries and is often used as a second language by many more. ഇല്ലേ, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒഫീഷ്യൽ ലാംഗ്വേജിനോടൊപ്പമുള്ള ഒരു ഭാഷയായിട്ടും നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ആലോചിച്ച് ഇത്രത്തോളം സാധ്യതയുള്ള ഒരു ഭാഷയിലാണ് നമ്മൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ബി എഡും ഒക്കെ കംപ്ലീറ്റ് ചെയ്തതെന്ന് ആലോചിക്കണം. ഓക്കെ, സോ ഓപ്പർച്യൂണിറ്റീസ് അത്രത്തോളം ഓപ്പൺ ആണ്. അതിപ്പോൾ നമ്മുടെ പബ്ലിക് സ്പിയറിലായാലും പ്രൈവറ്റ് ഫേംസിലായാലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ്. ഇംഗ്ലീഷുകാരെ കാത്തിരിക്കാനുള്ള റീസൺ ഇതാണ്, ഈ ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ലിങ്കേജ് നമുക്ക് ബാക്കിയുള്ള പ്ലേസസിലേക്കും കൂടെ ലിങ്ക് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലിമിറ്റഡ് അല്ല. ഇപ്പം നമ്മൾ സാധ്യതകളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരിക്കലും ലിമിറ്റഡ് അല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നവരെന്ന് പറയുന്നത്. നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പല രീതിയിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആണ്. English is a global language spoken over 1.5 billion people worldwide. It's the official language of 54 countries and is used as a second language by many more. English is also the language of international business, science, technology and entertainment. But why English is so popular? See, English എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് പോസിബിൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ സയൻസും ടെക്നോളജിയും എന്റർടൈൻമെന്റ് മേഖലകളും ഒക്കെ ഇന്ന് ഭരിക്കുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. സ്റ്റിൽ ഇതിന്റെ പോപ്പുലാരിറ്റി എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ സ്ട്രോങ് ലാംഗ്വേജ് ഒന്നും അല്ലായിരുന്നു, ഇല്ലേ? അധികം ആരും സംസാരിക്കാത്ത, എന്നാൽ ഇംഗ്ലീഷ് കൊള്ളില്ല, ഇംഗ്ലീഷിന് പകരം ഫ്രഞ്ചിനും ലാറ്റിനും ഉപയോഗിക്കണം എന്നായിരുന്നു ആദ്യകാലത്ത് ഇംഗ്ലണ്ടുകാർ പോലും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആ ഫ്രഞ്ചിനെയും ലാറ്റിനെയും ഒക്കെ ഓവർ പവർ ചെയ്തുകൊണ്ട് ആര് വന്നിട്ടുണ്ട്? ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, the history of the English language dates back to the 5th century when Germanic tribes invaded Britain. ഇംഗ്ലീഷിന്റെ ഒരു തുടക്കം പറയുകയാണെങ്കിൽ 5ാം സെഞ്ചുറിയിൽ ജർമാനിക് ട്രൈബുകൾ ബ്രിട്ടനിൽ വന്നതോടുകൂടിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലണ്ട് പീപ്പിളിന്റെ ലാംഗ്വേജ് ആണെന്ന് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നു. പക്ഷെ സെറ്റിലേഴ്സ് ആണ് എല്ലാവരും. ഓക്കെ, അതായത് ഇംഗ്ലണ്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ സെറ്റിലേഴ്സ് ആണ്. വളരെ പോപ്പുലേഷൻ കുറഞ്ഞു നിന്ന ഒരു സമയത്ത് പല ആൾക്കാർ ഇവിടേക്ക് സെറ്റിലേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാനഡയുടെ കേസ് അറിയാലോ, കനേഡിയൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മൊഡ്യൂൾ തന്നെ പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് പലപ്പോഴും ഈ പറയുന്ന കനേഡിയൻ പീപ്പിൾ, ഇല്ലേ, അവരുടെ ഒരു ബേസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരും പോപ്പുലേഷൻ വൈസ് വളരെ കുറവായിരുന്നു. മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നോക്കി, over time the language evolved and many words were borrowed from Latin, French and other languages. Today English is a rich language with a vast vocabulary and intricate grammar rules. ഇന്ന് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു റിച്ച് ലാംഗ്വേജ് ആണ്, ധാരാളമാണ് അവിടുത്തെ വൊക്കാബുലറി, ഇല്ലേ? നമ്മുടെ ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള ശശി തരൂർ പോലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ ഇൻട്രിക്കേറ്റ് ഗ്രാമർ റൂൾസും ഇന്ന് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിനെ ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടാണ്. യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നത്. One of the reasons why English is so widely spoken is because of the British Empire's influence. The British Empire once spanned across the world and English was the language of trade, governance and education. Even after the empire's collapse, English remained a language of power and many countries continue to use it as a means of communication. So ഇന്നും പല കൺട്രീസും കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും നല്ല സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിനെയാണ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഇതൊക്കെ നല്ലൊരു ഗോൾഡൻ ചാൻസ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഓപ്പൺ ചെയ്യുന്നത്. കാരണം നമുക്ക് അത്രത്തോളം അവസരങ്ങൾ ഉണ്ടെന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമ്മുടെ കൈവശമുള്ളത്. അതിനെ മാക്സിമം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ, നമ്മുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സിലും നമ്മുടേതായിട്ടുള്ള ഒരു കാലിബറും ഇൻഡിവിജ്വാലിറ്റിയും ഒക്കെ അതിൽ യൂസ് ചെയ്ത് ഫ്ലറിഷ് ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്. ഒരിക്കലും അവസരങ്ങൾ നഷ്ടമാകുന്ന ഒരു മേഖലയല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓൾസോ നമുക്ക് ഇന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. കോണ്ടന്റ് ഏത് ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷിലാണ്, ഇല്ലേ? ഞാൻ L1 L2 കൂടെ മിക്സ് ചെയ്ത് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾ അവരുടെ L1 കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് L2 നറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് L2 തന്നെയാണ്. നമ്മുടെ എക്സാമും നമ്മുടെ കാര്യങ്ങളും ഒക്കെ തന്നെ L2-ലാണ്, അല്ലേ? ആ L2 പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് L1-ന്റെ സപ്പോർട്ടും കൂടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പോയിന്റുകളൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. പോയിന്റിൽ നിന്നും വരുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പോയിന്റ് വായിച്ചിട്ട് പോവുക. പോയിന്റ് ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് വായിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ,
Another reason for English popularity is the dominance of American culture. പിന്നെ അമേരിക്കൻ കൾച്ചറിന്റെ ഒരു പ്രത്യേകത അറിയാലോ, എല്ലാവരും അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൾച്ചറാണ് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ഡ്രസ്സിങ് ആയിക്കോട്ടെ, അവരുടെ ലൈഫിലെ കുറച്ച് ക്വാളിറ്റീസ് ആയിക്കോട്ടെ, അതൊക്കെ എല്ലാവരും അഡോപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ കുറച്ച് ആൾക്കാർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ പേഴ്സൺ. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. സോ എന്താണ്, അമേരിക്കൻസിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ കോപ്പി ചെയ്യാനായിട്ട്, വെസ്റ്റേൺ കൾച്ചർ കോപ്പി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു ഭാഗമായിട്ടും ഒരു സമയത്ത് ഇംഗ്ലീഷ് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നു. കാരണം നമ്മുടെ നോർമൽ ലാംഗ്വേജസിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. നമ്മുടെ മദർ ടങ്ങിനും നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജിനും ഒക്കെ പ്രത്യേകതയുണ്ട്. പക്ഷെ അതിലൂടെ ചില അവസരങ്ങൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഗേറ്റ് ഓപ്പണർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് എന്തെന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അമേരിക്കൻ മൂവീസ്, മ്യൂസിക് ആൻഡ് ടെലിവിഷൻ ഷോസ് ആർ വാച്ച്ഡ് ആൻഡ് എൻജോയ്ഡ് ബൈ പീപ്പിൾ വേൾഡ് വൈഡ്. As a result of many people are exposed to the English language and are motivated to learn it to understand their favorite media. Okay, പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദി അറിയാത്തവരെ ഹിന്ദി സീരിയൽസ് അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദി മൂവീസ് ഒക്കെ കണ്ടിട്ട് ഹിന്ദി പഠിക്കും. അതുപോലെയാണ് ഇംഗ്ലീഷിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് കൂടിയേ തീരും. സോ ഏത് ഉപാധിയിലൂടെയും അത് പഠിച്ചെടുക്കുക എന്നുള്ള ഒരു ഒരു വലിയൊരു ടാസ്ക് ആണ് നമ്മുടെ മുന്നിലുള്ളത്. സോ അതിനെ നേരിടാനായിട്ട് വി ഷുഡ് ഓൾ ബി എക്വിപ്ഡ് വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല രീതിയിലുള്ള ഒരു നോളജും നല്ല രീതിയിലുള്ള ഐഡിയാസ് നമുക്ക് ഉണ്ടായിരിക്കണം. And English is also the language of international communication. People from different countries and cultures can communicate with each other in English. Even if it's not only their first language, this makes an essential tool for global cooperation and diplomacy. Global cooperation ഡിപ്ലോമസിക്കും ഒക്കെ തന്നെ നമുക്കുള്ള ഒരു ഉപാധി കൂടെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമുക്കറിയാം നയതന്ത്ര ശാസ്ത്രം, അതുപോലെ തന്നെ നമ്മുടെ നയതന്ത്ര മേഖലകൾ ഇല്ലേ. ഇപ്പം നമ്മുടെ ഡിപ്ലോമസിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഇപ്പം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ള വേൾഡ് കോൺഫറൻസുകൾ നോക്കിയാൽ മതി. നമുക്കറിയാം വേൾഡ് സബ്മിറ്റുകളൊക്കെ തന്നെ വിളിച്ചു കൂട്ടാറുണ്ട്, ഉച്ചകോടികളൊക്കെ വിളിച്ചു കൂട്ടാറുണ്ട്. അത് കൂടുതലായിട്ടും അതിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ എങ്കിലും ഉണ്ടാവും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം അത്രത്തോളം ആൾക്കാർക്ക് അത് മനസ്സിലാകണം. നമ്മൾ എപ്പോഴും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പം അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നതാണോ, അല്ലെങ്കിൽ നമുക്കൊരു കോമൺ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഇംഗ്ലീഷ് പോലെ ഒരു ലാംഗ്വേജ് നമുക്ക് കോമൺ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. In conclusion, the English language is a gateway to global communication. It connects people from different cultures and facilitates international trade, education, and cooperation. Learning English is an investment in your future, and it opens up many opportunities for personal and professional growth. Okay, personal professional growthകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഓപ്പൺ ആക്കി തരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. English is a global language spoken by over 1.5 billion people worldwide. It's the official language of 54 countries and is used as a second language by many more. ഈ ഒരു നമ്പർ വേരി ചെയ്യും. കാരണം വേറെയും കൺട്രീസ് ഇതിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടൊക്കെ ഡിക്ലെയർ ചെയ്യോ അമെൻമെന്റ്സ് നടത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കും. ഓക്കെ. English is also the language of international business, science, technology, and entertainment. And most of the countries of the world whose mother tongue is not English learn this as a second language for its cultural and യൂട്ടിലിറ്റേറിയൻ വാല്യൂസ്. അതായത് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഒരു സാധ്യതയാണ് ഒന്ന് L1. L1 എന്താണ്? നമ്മുടെ മദർ ടങ് ഏതാണോ അതിനെ നമ്മൾ L1 എന്ന് പറയും. ഇനി മറ്റൊരു കാര്യമാണ് L2 എന്ന് പറയുന്നത്. ഓക്കെ, പല രാജ്യങ്ങളും ഇംഗ്ലീഷിനെ L1 ആയിട്ടാണോ L2 ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ L2 ആണ് അല്ലെ. അപ്പൊ മിക്ക കൺട്രീസിന്റെയും L2 എന്ന് പറയുന്നത് ഇന്ന് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് പീപ്പിളിന്റെ L1 ആണ്. ഇനി അതുപോലെ തന്നെ അല്ലാതെയുള്ള കൺട്രീസിന്റെ കോണ്ടിനെന്റ്സിന്റെ ഒക്കെ കേസിൽ അത് L2 ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ ഇതിനെ ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് പഠിച്ചെടുക്കുന്നു. ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവരതിനെ L1 L2 ഒന്നും ആക്കിയിട്ടുണ്ടാവില്ല. എന്നാലും അതിനെ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ കൺസിഡർ ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഇതിന്റെ ഗ്രോത്ത്. In the words of Gandhi, English is a language of international commerce. It's a language of diplomacy. And it contains many rich literary treasures. Okay, Gandhi the words le polum namukku manasilakanayittu sadikkunnathu there are perspectives, there are chances for English ne chance undu. Orikkalum namukkippom Britishers they have done many wrong deeds to us. So adinte peril namukku opportunity tharuna English ne nammal eliminate cheyenda avashyamilla. Adilude nammalum nammudedaayittulla means ilude nammude
നമ്മുടേതായിട്ടുള്ള ടാറ്റിക്സിലൂടെയും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള നയങ്ങളിലൂടെയും ഇംഗ്ലീഷിലൂടെ സാധ്യതകൾ ഓപ്പൺ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അല്ലേ. ഇപ്പൊ നമുക്കറിയാം പല രാജ്യങ്ങളിലേക്കുള്ള എൻട്രി തന്നെ ഇംഗ്ലീഷിന്റെ ബേസിലാണ് അല്ലേ. ഇപ്പോൾ പല രാജ്യങ്ങളിലേക്ക് നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടോ വർക്കേഴ്സ് ആയിട്ടോ ഒക്കെ പോകണമെങ്കിൽ അവർ ഇംഗ്ലീഷിലുള്ള നമ്മുടെ പ്രൊഫഷൻസി ആയിരിക്കും ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നത്. സോ ആ അവസരത്തിലും നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സാധ്യത മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനിലും നമ്മൾ ഇംഗ്ലീഷ് ആഡ് ചെയ്തിട്ടുള്ളത്. In a country like India, in which after a distance of 20 kilometers the language changes, it's very important to have a common language. നല്ലൊരു ഫാക്റ്റ് അല്ലേ. ഓരോ 20 കിലോമീറ്ററിലും നമ്മുടെ ഭാഷ മാറുന്നു എന്ന് ഇവിടെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മുടെ ലാംഗ്വേജ് മാറിപ്പോവല്ല, പക്ഷെ നമ്മുടെ സ്ലാങ്ങും നമ്മുടെ ആ ഒരു പ്രൊനൗൺസിയേഷനും ഒക്കെ മാറും ഇല്ലേ. ഇപ്പൊ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് നമുക്കറിയാം ഭാഷയിൽ അവർ സംസാരിക്കുന്നതിൽ എന്താണ് ചില വാക്കുകൾക്ക് മാറ്റങ്ങൾ വരും. ഇനി അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളുടെ തന്നെ പ്രയോഗത്തിലും അതിന്റെ ശൈലിയിലും അതിന്റെ ഉച്ചാരണത്തിലും ഒക്കെ മാറ്റങ്ങൾ വരാറുണ്ട്. സോ ഇത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നേഷനിൽ നമുക്ക് കോമൺ ആക്കുന്ന നമ്മളെ ഓരോരുത്തരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഭാഷ അത്യാവശ്യമാണ് അല്ലേ. മലയാളം തന്നെ പല രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ ഓരോ സ്റ്റേറ്റ്സിൽ ചെന്ന് കഴിഞ്ഞാലും ഡിഫറെന്റ് ലാംഗ്വേജസ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ലാംഗ്വേജും പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരിക്കും. സോ ബൈലിംഗ്വൽ ആണെങ്കിൽ ആ വ്യക്തിക്ക് സ്വന്തം മദർ ടങ്കും അതുപോലെ തന്നെ ഇംഗ്ലീഷും അറിയാമെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. English has provided itself to be one such language. It's the fastest growing language used by people all over the world. The language is easy to learn and use. Okay, നമ്മുടെ ഭാഷയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. വോവൽസും കോൺസണൻസും ഓക്കെ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാം. അവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ ആർ ആക്ച്വലി ഫീലിംഗ് സം സോർട്ട് ഓഫ് ഷൈനസ് ഇൻ പ്രസന്റിങ് ഇറ്റ്. ഓക്കെ, അത് പ്രസന്റ് ചെയ്യുന്നതിലാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ലാംഗ്വേജ് പഠിക്കുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തുള്ള പ്രൊഫിഷ്യൻ്റ് ആവത്തുള്ളൂ അല്ലേ. അല്ലാത്ത പക്ഷെ നമ്മൾ ഒരിക്കലും അതിനകത്തുള്ള നമ്മളുമായിട്ട് അതിനൊരു ഫ്രണ്ട്ലി വൈബ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമുക്കറിയാത്ത ഭാഷയാണ്, നമ്മളാണെങ്കിൽ അത് എഴുതാൻ മാത്രം യൂസ് ചെയ്യുന്നു, ഒരിക്കലും അത് കമ്മ്യൂണിക്കേഷന് കൊണ്ടുവരുന്നില്ല. സോ അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ എഴുതാൻ കുറച്ച് പിന്നിലാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പറയാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. സോ അതിനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ പ്രാക്ടീസിലൂടെ മാത്രമാണ്. ഓക്കെ, the following is the importance of learning English in India. ഇന്ത്യയിൽ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കുകയാണ്. English has today become one of the major languages of the world. വേൾഡിലെ തന്നെ ഏറ്റവും മേജർ ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. It will be very difficult to neglect English language because of rich literature, scientific and technical nature of the language. ഇല്ലേ, ലോകം മുഴുവൻ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്, മേജർ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ് ആണ്. ഇനി അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡുകളായിട്ടുള്ള നമ്മുടെ ആർക്കിടെക്ചർ ഇനി അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ സൈഡുകൾ ഒക്കെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഇന്ന് മിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇന്ന് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇല്ലേ. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നുകൊണ്ടിരിക്കുന്നത് ടൂറിസത്തിന്റെ കാര്യത്തിൽ തന്നെയാണ്. ഇന്ന് പല രാജ്യങ്ങളും വന്നു ഇന്ത്യ പിന്നിലേക്കാകുന്നുണ്ട്, എന്നാൽ പോലും ടൂറിസത്തിന്റെ കാര്യത്തിലാണ് പന്തിയിൽ കാണാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ കൺട്രിയെ കുറിച്ചുള്ള നമ്മുടെ ബെസ്റ്റ് സൈഡ് മറ്റൊരാൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതും എങ്ങനെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഇന്റർനാഷണൽ ലാംഗ്വേജിലൂടെ തന്നെയാണ്. ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ലാംഗ്വേജ് എടുത്തിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ഫോറിനേഴ്സിനെ പോലും അറിയിക്കുന്നത്. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു നെഗ്ലക്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിക്കോസ് ഓഫ് ദ literature, scientific and technical nature of the language. ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ വന്നിട്ടുള്ളതും ഇംഗ്ലീഷിൽ തന്നെയാണ്. It strongly felt that English is the only language capable of preventing isolation from the world. So നമ്മൾ ബാക്കിയുള്ളവരിൽ നിന്നും ഐസൊലേറ്റഡ് ആകാതിരിക്കാൻ നമുക്കുള്ള ഒരു ഉപാധി ഇന്ന് ഇംഗ്ലീഷാണ് ഇല്ലേ. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാതിരിക്കേണ്ട അവസ്ഥ വരും, നമ്മൾ സംസാരിക്കാതിരിക്കേണ്ടി വരും. റീസൺ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ പല പ്ലേസസിൽ നിന്നുള്ളവരായിരിക്കും. നമുക്കാണെങ്കിൽ അവരെ കോമൺലി അവരുമായിട്ട് അഡ്രസ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് ഭാഷ അറിയത്തില്ലെങ്കിൽ there is no doubt that you will be actually feeling an isolation. നമുക്ക് ഉറപ്പായിട്ടൊരു ഐസൊലേഷൻ ഫീൽ ചെയ്യും. കാരണം നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഗ്ലോബൽ ആവുകയാണ്. നമ്മുടെ വേൾഡിനെ തന്നെ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് അല്ലേ. സോ ആ സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് സിഗ്നിഫിക്കൻ്റ് ആണ്. English has given access to the treasure of knowledge. അല്ലേ, അത് ഇന്റർനെറ്റ് കോണ്ടന്റിന്റെ കേസിൽ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ട്രഷേഴ്സ് ഓഫ് ദ വേൾഡ് അല്ലെങ്കിൽ ബുക്കുകളിലേക്കൊക്കെയുള്ള സാധ്യതകൾ ഉറപ്പാക്കുന്നത് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ തന്നെ റിട്ടൺ ഫോം അല്ലെങ്കിൽ പ്രസന്റേഷൻ ഇംഗ്ലീഷിലായിരിക്കും.
It provides opportunities to Indians to get employment throughout India. First and foremost, learning English can help you pursue and obtain more career opportunities. These days, the job market is global. Many companies need employees who can communicate with partners and clients all over the world. നമ്മൾ കാണുന്നതാണ് ഇല്ലേ, ഇന്ന് നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഇംഗ്ലീഷുകാർക്കാണ്. വെരി ഓഫൺ ദാറ്റ് മീൻസ് ഫൈൻഡിങ് എംപ്ലോയീസ് ഹു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പം ജസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് എടുത്ത് പഠിക്കണമെന്ന് തന്നെയല്ല മീൻ ചെയ്യുന്നത്, ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ സെറ്റ് പരീക്ഷയിൽ ഇംഗ്ലീഷിന്റെ സാധ്യത മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത്രയും സാധ്യതയുള്ള ഒരു വിഷയമാണ് 6 യൂണിറ്റുകളാക്കി 6 യൂണിറ്റുകളുടെ ഭാഗമായിട്ടുള്ള 20 മൊഡ്യൂളുകളിൽ നമ്മൾ ചുരുക്കി പഠിക്കുന്നത്. ഓക്കെ, ആ പ്രാധാന്യത്തിൽ പഠിച്ചെടുക്കുക. It helps to have contact with Western science and technology. അതായത് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലകളിൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ ഇന്ത്യ എന്താണ് ഇന്ത്യയുടേതായിട്ടുള്ള കാൽവെപ്പുകൾ നടത്താറുണ്ട്. ഇനി അതുപോലെ തന്നെ ബാക്കി രാജ്യങ്ങൾ നമ്മുടെ ഓപ്പണൻസ് എവിടെ എത്തി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ റൈറ്റിംഗ്സും അവരുടെ പബ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും. സോ നമ്മുടെ റിവ്യൂസും നമുക്ക് ഇംഗ്ലീഷിൽ കൊടുക്കാൻ പറ്റും. ആൻഡ് ബാക്കിയുള്ള രാജ്യങ്ങളുടേത് മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കും. ആൻഡ് it is a language of trade and industry in India. It provides a strong binding force to keep all Indians united. Okay, അപ്പോൾ എല്ലാവർക്കും നമ്മൾ യുണൈറ്റഡ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇംഗ്ലീഷ് തന്നെയാണ്. It works as a powerful language of communication. No matter what career path you decide to pursue, learning English is a valuable skill. Okay, ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് വലിയൊരു സ്കില്ലാണെന്ന്. It will help you become a better, more sought after employee as well as a more well-rounded person. ഇവിടെ ഒന്നും കാണാതെ പഠിക്കാനില്ല, പോയിന്റുകൾ മനസ്സിലാക്കുക, ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം ഇതിന്റെ നോട്ട് നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഇന്ത്യയുടെ കേസിൽ ഓരോ സ്ഥലങ്ങൾ ഓരോ പർട്ടിക്കുലർ പ്ലേസ് കഴിയുമ്പോഴും ഭാഷ മാറുന്ന രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ഉപാധി ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല സ്റ്റേറ്റ്മെന്റുകൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് മറ്റൊരാളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും അത് യൂസ്ഫുൾ ആയിട്ട് മാറും. It occupies an important place in school curriculum. ഇല്ലേ, നമ്മുടെ ഇപ്പം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളിൽ ഫോളോ ചെയ്യുന്ന കരിക്കുലത്തിനകത്തിലായാലും നമുക്ക് ഇംഗ്ലീഷിന് വലിയൊരു സാധ്യതയാണുള്ളത്. ഇംഗ്ലീഷ് പീരീഡുകൾ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഫ്ലറിഷ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇനിയും ഇംഗ്ലീഷ് ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് ലാംഗ്വേജ് ഓൺലൈൻ. നമ്മുടെ ഓൺലൈൻ കോണ്ടന്റുകളെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇല്ലേ. ഇപ്പം നമ്മുടെ വീഡിയോസിന്റെ ഒരു നമ്പർ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യുന്നതായിട്ടുള്ള ആർട്ടിക്കിളുകൾ, ബ്ലോഗുകൾ, ഇതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ഷെയറും ഏത് ലാംഗ്വേജിലായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും. ആൻഡ് ലെസ് മാത്രമായിരിക്കും നമുക്ക് ഓരോരുത്തരുടെ മദർ ടങ്ങിൽ ഉള്ളത്. ഓക്കെ, ആൻഡ് ലാംഗ്വേജ് ഓൺലൈൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു വിത്ത് നിയർലി 1 ബില്യൺ യൂസേഴ്സ് ടൈപ്പിംഗ് ആൻഡ് ചാറ്റിംഗ് ഇൻ ദ ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഇഫ് യു കൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീഡ് ഇംഗ്ലീഷ് യു വിൽ ബി ഏബിൾ ടു ആക്സസ് ആൻഡ് എൻജോയ് മെനി മോർ റിസോഴ്സസ് ഓൺലൈൻ. ഇല്ലേ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റിസോഴ്സുകളും പലതും ഫ്രീ ആയിട്ടും ഇനി പലതും പെയ്ഡ് ആയിട്ടും നമുക്ക് ഓൺലൈനിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പം നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷാണ് ഇല്ലേ. ഇനി അതിൽ നിന്ന് നമ്മൾ പല മീഡിയംസും യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കാരണം നമുക്ക് നല്ല രീതിയിൽ ടെക്നോളജിയും ഇംഗ്ലീഷും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ അധ്യാപകർക്കായാലും നല്ല ടെക്നോ പെഡഗോഗുകൾ ആകാനായിട്ടുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിനോടൊപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടെയാണ് അല്ലേ. ഇപ്പൊ നമുക്കൊരു ചെറിയ ഒരു ഓഡിയൻസിനെ അഡ്രസ് ചെയ്യാനായിട്ടാണെങ്കിൽ അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ നമുക്ക് കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മളൊരു വേൾഡ് ഓഡിയൻസിനെ അല്ലെങ്കിൽ വേൾഡ് ലേണേഴ്സിനെയാണ് അഡ്രസ് ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ L1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല. വി ഹാവ് ടു യൂസ് അവർ L2 ഇംഗ്ലീഷ് ലാംഗ്വേജ്. And therefore English plays a significant role in everyone's life. In this modern world, the usage of English has been utilized more and more. Everyone has fluency in their native language, but apart from our family members, we won't speak our native language to others. ഇല്ലേ, ഏറ്റവും വലിയൊരു ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അറിയാവുന്ന ഭാഷ തെറ്റിപ്പോകുമോ എന്നുള്ള സംശയം കാരണം ഉപയോഗിക്കാത്തതാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും നമ്മൾ ഇന്ന് നേരിടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഏത് വേർഷനാണ് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഓക്കെ,
ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇംഗ്ലീഷിന്റെ വേർഷൻ ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അമേരിക്കൻ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, ബ്രിട്ടീഷ് ആണ്. ഇനി നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾ ഒക്കെ എടുത്താൽ മതി. ഇപ്പൊ അമേരിക്കനിൽ നമ്മൾ COLOR എന്ന് പറയുന്നു. നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അഥവാ ഇന്ത്യൻസ് അത് എഴുതുമ്പോൾ നമ്മൾ COLOUR എന്ന് എഴുതുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ സെന്റർ എന്ന് എഴുതുമ്പോൾ നമ്മൾ അമേരിക്കനിലാണെങ്കിൽ SCENTER, ഇനി നമ്മുടെ ബ്രിട്ടീഷിലാണെങ്കിൽ നമ്മൾ CENTRE എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, CENTRE. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ സ്പെല്ലിംഗിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷനിലും നമുക്ക് അത് എവിഡന്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്ന് എല്ലാ സെക്ടേഴ്സിലും ഉണ്ട്. എഡ്യൂക്കേഷനിലുണ്ട്, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. മെഡിക്കൽ ഫീൽഡിൽ, മീഡിയയിൽ, ബിസിനസ്സിൽ ഒക്കെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ ഇന്ന് നടത്തണമെങ്കിൽ അതിന് ഇംഗ്ലീഷ് കൂടിയേ തീരും അല്ലേ. ഇനി അതുപോലെ തന്നെ ഹെൻസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ദ ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേൺ ചെയ്യേണ്ടതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇത്രയാണ് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെനി ഇംഗ്ലീഷസ് പഠിക്കണം. സോ കീപ് ലേണിംഗ്. താങ്ക് യു.